പന്തല്ലൂരിൽ കടമ്പോടിൽ റോഡരികിലെ മരം പൊട്ടിവീണു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-നാണ് സംഭവം. സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലെ അപകടാവസ്ഥയിലായ മരത്തിന്റെ ശിഖരം റോഡിലേക്ക് പൊട്ടി വീഴുകയായിരുന്നു. ചെറിയ തോതിൽ മരം പൊട്ടുന്നതിന്റെ ശബ്ദം കേട്ട് നാട്ടുകാർ ഇടപെട്ട് വാഹനങ്ങൾ തടഞ്ഞിരുന്നു. 5 മിനിറ്റിനകം കൊമ്പ് റോഡിലേക്ക് പതിച്ചു. ഉച്ചസമയം ആയതിനാലും അങ്ങാടിയിൽ ആളുകൾ കുറഞ്ഞതും വൻ ദുരന്തം ഒഴിവാക്കി. ഈ സമയം പാണ്ടിക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുടെ മുകളിലേക്കാണ് മരം പതിച്ചത്. മരം പൊട്ടിവീണ് 3 വൈദ്യുതി കാലുകളും ലൈനുകളും തകർന്നു. വൈദ്യുതി കാലിലേക്ക് വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. പന്തല്ലൂർ സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. തലക്കും കാലിനും പരിക്കേറ്റ വിദ്യാർത്ഥിയെ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല. ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയാലേ പൊട്ടിവീണ മരം മുറിച്ചു മാറ്റാൻ സമ്മതിക്കൂവെന്ന് നാട്ടുകാർ നിലപാടെടുത്തു. ഇതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് അഡോട്ട് ചന്ദ്രന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരും ഡെപ്യൂട്ടി തഹസീൽദാർ, വില്ലേജ് ഓഫീസർ, അഗ്നിരക്ഷാസേന, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി. ചർച്ചക്കൊടുവിൽ നാട്ടുകാർ മരം മുറിച്ചു മാറ്റാൻ സമ്മതിച്ചതോടെ അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പോസ്റ്റ് മരം മുറിഞ്ഞ് അടിക്കണേ. കരണ്ട് നോക്കി ചിലപ്പോ കരണ്ട് ഓഫ് ആക്കിണ്ടാവില്ല. റോഡിന്റെ ഫ്രണ്ട് കൈകൊണ്ട് പോയല്ലേന്ന് പറഞ്ഞാണ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.